ഹായ് മക്കളെ, MSc കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൽ നമുക്കൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് www.oilindia.com/കരിയർ ഓയിൽ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് വരും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ താഴെ കറണ്ട് ഓപ്പണിങ്സ് എന്ന് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ആദ്യത്തെ സീരിയൽ നമ്പർ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിലബസ് കിട്ടിക്കോളും. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് മൂന്നാമത്തെ ലിങ്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൊസീഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 26 സെപ്റ്റംബർ 2025 ആണ്. അതുപോലെ തന്നെ ഇവിടെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. ഞാൻ അൺഫോർച്ചുനേറ്റ്ലി സഫാരിയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ക്രോമിലാണെങ്കിൽ നിങ്ങൾക്ക് ക്രോം, മോസില്ല ഫയർബോക്സ് ഒക്കെ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇവിടെ ടു റീഡ് അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഓയിൽ ഇന്ത്യ എന്ന് പറയുന്നത് മഹാരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ പോസ്റ്റിംഗ് വരുന്നത് ആസാമിലാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി നമ്മുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സീനിയർ ഓഫീസർ കെമിക്കലാണ്. CH02 ആണ് പോസ്റ്റിൻ്റെ കോഡ്. 6 പോസ്റ്റാണ് നമുക്കുള്ളത്. അൺറിസർവ്ഡിൽ 2, OBCയിൽ 1, SC 1, ST 1, EWS 1 എന്നുള്ള രീതിയാണ്. ആൻഡ് ഗ്രേഡ് ആൻഡ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അൺബീറ്റബിൾ ആണ്. 60,000 to 1,80,000 ആണ്. വളരെ നല്ലൊരു സ്കെയിൽ ഓഫ് പേ തന്നെയാണ്. ഇനി ഏജ് ലിമിറ്റ് 26/9/2025 അൺറിസർവ്ഡ് ആണെങ്കിൽ, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 29 ആണ്. OBC NCL ആണെങ്കിൽ 32, SC ST 34 ആണ്. ഇനി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കെമിസ്ട്രി ഓഫ് മിനിമം 2 ഇയേഴ്സ് ആയിരിക്കണം. ആൻഡ് 60% മാർക്ക് വേണം. ഇനി ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഫിസിക്സും മാത്തമാറ്റിക്സും വേണ്ട ആവശ്യം കൂടെയുണ്ട് ഗ്രാജുവേഷൻ ലെവലിൽ. ഓക്കെ, കെമിസ്ട്രി എന്തായാലും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഫിസിക്സും മാത്സും നിങ്ങളുടെ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ മതിയായിരിക്കും ഗ്രാജുവേഷൻ ലെവലിൽ. ഇത്രയും ഓക്കെ ആണല്ലോ? യെസ്. എന്നിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നോക്കിക്കാണാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് PhD ഉണ്ടെങ്കിൽ, റെലവൻറ്റ് ഡിസിപ്ലിനിൽ PhD ഉണ്ടെങ്കിൽ 3 ഇയർ ഏജ് റിലാക്സേഷൻ കൂടെയുണ്ട്. അതായത് അൺറിസർവ്ഡ് 29 ആയിരുന്നല്ലോ പറഞ്ഞത്, ഇപ്പോൾ 32 വരെ നിങ്ങൾക്ക് PhD ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് പേ ആൻഡ് അലവൻസ് നമുക്കറിയാം, ഓൾറെഡി നല്ലൊരു പേ ആണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. 1,80,000 വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് എന്തായിരിക്കും, 1 ലാഖിന് മുകളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി വരിക, ഈ അലവൻസ് ഒക്കെ കൂട്ടിക്കൊണ്ട് അല്ലേ. പിന്നീട് പറയുന്നത് ഒരു പ്രൊബേഷണറി പീരീഡ് ആണ്, 1 ഇയർ ആണ്, ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഇനിയുള്ളത് ആപ്ലിക്കേഷൻ ഫീ, ജനറൽ OBC NCLനൊക്കെ 500+ ടാക്സസ് ആയിരിക്കും ഉണ്ടാകുക. SC ST PW EWSന് ഇവർക്കൊന്നും തന്നെ ഒരു ചാർജും ഇല്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ ഫീ നോൺ റീഫണ്ടബിൾ ആണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഓക്കെ ആണെന്ന് മനസ്സിലാക്കുക. ഇനി സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 2 ഫേസ് ആണ് ഉള്ളത്. ഓക്കെ, ആദ്യത്തേത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഇവിടെ 100 മാർക്കിനായിരിക്കും 1 അവറും 30 മിനിറ്റ്സും ആയിരിക്കും നിങ്ങളുടെ എക്സാം. അതായത് 90 മിനിറ്റ് ഉണ്ടാകും, 100 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 85% ആണ്. ആൻഡ് ഈ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിൻ്റെ വെയിറ്റേജ് 85% ആണ്. ഇനി നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാകും. പേഴ്സണൽ ഇൻ്റർവ്യൂയുടെ മാർക്ക് എന്ന് പറയുന്നത് 15 ആണ്. ഇതിൻ്റെ വെയിറ്റേജ് 15% ആണ്. അപ്പോൾ ഇവിടെ നോ ക്വാളിഫയിങ് മാർക്കാണ്. ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിങ്ങൾ മാക്സിമം പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. പേഴ്സണൽ ഇൻ്റർവ്യൂ എന്തായാലും കുറച്ച് മാർക്കൊക്കെ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നത് നമ്മുടെ എക്സാമിൽ തന്നെയാണ്. 85% വെയിറ്റേജ് വരുന്നത് എവിടെയാണ്? 100 മാർക്കിൻ്റെ ഈ ക്വസ്റ്റ്യനിലാണ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഇവിടെ പറയുന്നത് ഫേസ് 1 ക്വാളിഫൈ ചെയ്യുന്ന ആളുകളെയാണ് പേഴ്സണൽ ഇൻ്റർവ്യൂവിന് വിളിക്കുക. ഓക്കെ, പിന്നെന്താണ്, താഴോട്ട് വരികയാണെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് നിങ്ങൾ തെളിയിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ വെബ്സൈറ്റിൽ അവിടെ ഫിസിക്കൽ ക്രൈറ്റീരിയ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമുണ്ടാവത്തില്ല, ഓക്കെ ആയിക്കോളും. പിന്നെയുള്ളത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫിസിക്കലി ഫിറ്റ് ആണെന്നുള്ളത് തെളിയിച്ചിരിക്കണം. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ആദ്യം എക്സാം എഴുതുക. അതേപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും OBC NCL ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ഓരോ സെമസ്റ്ററിലെയും കൺസോളിഡേറ്റ് മാർക്ക് ഷീറ്റ് ഓഫ് കോഴ്സ് നമുക്ക് അത്യാവശ്യമാണ്. സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, എന്നിട്ട് താഴോട്ട് വരികയാണെങ്കിൽ
ജനറൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ചെയ്താൽ എങ്ങനെ അപ്ലൈ ചെയ്യണം. അത് വായിച്ചൊന്നും നോക്കണ്ട. നിങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണോ ചോദിച്ചിരിക്കുന്നത്, വാലിഡ് ആയിട്ടുള്ള ID, മൊബൈൽ നമ്പറും ഒക്കെ അവർ ചോദിച്ചോളും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക. ഓക്കെ. ആൻഡ് ഫൈനലി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് എത്രയാണ്? യെസ്, 26/9/2025 ആണ്. സെപ്റ്റംബർ 26 ആണ്, മനസ്സിലാക്കുക. ഓക്കെ. ഡേറ്റ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, യെസ്, നവംബറിലാണ് എക്സാം വരുന്നത്. അപ്പോൾ എക്സാം നവംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ നടക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ടെൻറ്ററ്റീവ് ഡേറ്റ് ആണ്, എന്നാലും വലിയ മാറ്റങ്ങൾ വരത്തില്ല. ഇനി ഇവരുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സിലബസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സിലബസ്. അങ്ങോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ CH202 ആണ്, സോറി CH02 ആണല്ലോ നമ്മുടെ കോഡ്, അല്ലേ? സീനിയർ ഓഫീസർ കെമിക്കൽ. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. നിങ്ങൾ PSCക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. കെമിക്കൽ ബോണ്ടിങ്, റിഡോക്സ് റിയാക്ഷൻ, ഇനോർഗാനിക്, ഗ്രൂപ്പ് തിയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ. ഫോട്ടോ കെമിസ്ട്രി, സ്റ്റീരിയോ കെമിസ്ട്രി ഒക്കെയാണ് ചോദിക്കുന്നത്. അതേപോലെ ഫിസിക്കൽ കെമിസ്ട്രി, ഇക്വിലിബ്രിയം ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ. അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരാനുണ്ട്. NMR, മാസ് സ്പെക്ട്രോമെട്രി ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ കെമിസ്ട്രിയും ഓഫ് കോഴ്സ് സ്പെക്ട്രോസ്കോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിലുള്ളത്. അപ്പോൾ ഈ സിലബസിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, നമ്മളൊക്കെ MSc സിലബസിലുള്ള എക്സാംസ് എഴുതുന്നവരാണല്ലേ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരു 3 മാസം കൂടെ നമുക്കുണ്ട്. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.